ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. സോ ഒരുപാട് പുത്തൻ പ്രതീക്ഷകളുമായി ടീം ഇന്ത്യയും അങ്ങനെ 2025 കലണ്ടർ ഇയറിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യ കപ്പും അടക്കം ഇത്തവണ ടീം ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ചലഞ്ചായി തന്നെ മുന്നിൽ നിൽപ്പുണ്ട്. സോ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനിൽ വെച്ചാണ് നടക്കാൻ പോകുന്നതെങ്കിൽ പോലും ഹൈബ്രിഡ് മോഡലിൽ ടീം ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ചായിരിക്കും നടക്കാൻ പോവുക. നേരത്തെ തന്നെ ഷെഡ്യൂൾ അടക്കം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിൽ നമുക്കറിയാം ടീം ഇന്ത്യയെ സംബന്ധിച്ച് T20 ഫോർമാറ്റിൽ വളരെ മികച്ച ഒരു വർഷം തന്നെയായിരുന്നു കടന്നു പോയി 2024. 17 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം MS ധോണിക്ക് ശേഷം വെസ്റ്റ് ഇൻഡീസിലും US-ലുമേ നടന്ന T20 വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മയുടെ സംഘം അങ്ങനെ കിരീടം നേടിയിട്ടുണ്ടായിരുന്നു. സോ 2007 പ്രഥമ T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായതിനു ശേഷം 17 വർഷങ്ങളുടെ കാത്തിരിപ്പാണ് കഴിഞ്ഞ വർഷം നമ്മളങ്ങനെ ഹിറ്റ്മാൻ്റെ നേതൃത്വത്തിൽ അവസാനിപ്പിച്ചത്. സോ അങ്ങനെ T20 ഫോർമാറ്റിൽ വളരെ മികച്ച ഒരു ഒരു കലണ്ടർ ഇയറാണ് കഴിഞ്ഞ വർഷം കടന്നു പോയത്. കഴിഞ്ഞ വർഷം നടന്ന മിക്ക T20 സീരീസിലും ടീം ഇന്ത്യക്ക് വളരെ മികച്ച വിജയം നേടാനും സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെ 2024 ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചൊരു T20 ഇയർ തന്നെയായിരുന്നു. സോ ആ ഒരു കലണ്ടർ ഇയറിൽ T20 ഫോർമാറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങൾ ആരൊക്കെയാണ്? ഒരു ടോപ്പ് 6 വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. സോ കഴിഞ്ഞ ആ ഒരു കലണ്ടർ ഇയറിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ T20 ഫോർമാറ്റിൽ റൺസ് നേടിയ 6 താരങ്ങൾ ആരൊക്കെ? സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് വയ്ക്കാം. സോ ബോട്ടം ടു ടോപ്പ് നോക്കാം. സോ ടോപ്പ് 6-ൽ 6-ാം സ്ഥാനത്തുള്ളത് ശിവം ഡൂബെയാണ്. 13 ഇന്നിങ്സിൽ 296 റൺസാണ് യുവതാരം കഴിഞ്ഞ വർഷം T20 ഫോർമാറ്റിൽ ഇന്ത്യക്ക് വേണ്ടി നേടിയത്. T20 വേൾഡ് കപ്പിൽ അടക്കം നിർണായക പ്രകടനമായിരുന്നു യുവതാരം കാഴ്ചവെച്ചത്. സോ തൊട്ടുമുകളിൽ 5 ഇന്നിങ്സിൽ നിന്ന് 306 റൺസ് നേടിയ തിലക് വർമ്മയാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം തൻ്റെ ഡെബ്യൂ സെഞ്ചുറിയൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. സോ ഒരു വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു യങ്സ്റ്റാർ കഴിഞ്ഞ ആ ഒരു കലണ്ടർ ഇയറിൽ ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചത്. 14 ഇന്നിങ്സിൽ നിന്ന് 352 റൺസ് നേടിയ ഹാർദിക് പാണ്ഡ്യയാണ് 4-ാം സ്ഥാനത്തുള്ളത്. 3-ാം സ്ഥാനത്ത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. 11 ഇന്നിങ്സിൽ നിന്ന് 378 റൺസാണ് താരം നേടിയത്. 2-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയുടെ നിലവിലത്തെ T20 ഫോർമാറ്റിലെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവാണ്. 17 ഇന്നിങ്സിൽ നിന്ന് 429 റൺസാണ് താരം നേടിയത്. സോ ഇനി ആരാണ് ടോപ്പിൽ? അതായത് ഇന്ത്യക്ക് വേണ്ടി കഴിഞ്ഞ വർഷം T20 ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം മറ്റാരുമല്ല, മലയാളികളുടെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള സഞ്ജു സാംസണാണ്. 12 ഇന്നിങ്സിൽ 436 റൺസാണ് താരം കഴിഞ്ഞ വർഷം നേടിയത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം T20 വേൾഡ് കപ്പിന് ശേഷം നടന്ന T20 വേൾഡ് കപ്പിൽ സ്കോഡിലുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മത്സരം പോലും അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം നടന്ന സീരീസിൽ തൻ്റെ സെഞ്ചുറികളൊക്കെ നേടിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ആ ഒരു T20 ഫോർമാറ്റിലേക്കുള്ള ഒരു ക്ലാസ് എൻട്രി നടത്തിയിട്ടുണ്ടായിരുന്നു. സോ കഴിഞ്ഞ വർഷം T20 ഫോർമാറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് മലയാളി താരം സഞ്ജു സാംസൺ തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.